വനം വകുപ്പിന്റെ നവകിരണം പദ്ധതിയിൽ ഭൂമി വിട്ടു നൽകിയിട്ടും പണം ലഭിക്കാത്തതിനെ തുടർന്ന് മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ പന്ന്യങ്ങാട് വനമേഖലയിൽ 3 വയോധികർ ദുരിതത്തിലെന്ന പരാതി. 77-കാരനായ ബാലനും 75 വയസ്സ് പിന്നിട്ട ജയലക്ഷ്മി, ഉമ്മുകുൽസു എന്നിവരുമാണ് കാട്ടാനകളുടെ ഭീഷണി നേരിടുന്ന വനത്തിനുള്ളിൽ ഭീതിയോടെ കഴിയുന്നത്. 6 വർഷം മുമ്പാണ് പന്നിയങ്ങാട് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന കുടുംബങ്ങളുടെ ഭൂമി 15 ലക്ഷം രൂപ നൽകാമെന്ന ഉറപ്പിൽ വനം വകുപ്പ് ഏറ്റെടുത്തത്. ഉടൻ പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മറ്റു കുടുംബങ്ങൾ വാടക വീടുകളിലേക്ക് മാറിയെങ്കിലും പണം ലഭിക്കാത്തതിനാൽ ഈ 3 വയോധികർക്കും അവിടെ നിന്ന് മാറാൻ സാധിച്ചില്ല. പൊക്കോട് വനമേഖലയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പന്നിയങ്ങാട്, പൊക്കോട്, വടക്കേ പെരുമുണ്ട, തണ്ണിപ്പൊയിൽ, ചരിയംകുത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലെ താമസക്കാരാണ് ഭൂമിയും വീടും വിട്ടുകൊടുത്ത് മറ്റിടങ്ങളിലേക്ക് താമസം മാറ്റിയത്. കഴിഞ്ഞ 6 വർഷമായി വൈദ്യുതി പോലുമില്ലാത്ത വീട്ടിൽ മെഴുകുതിരി വെളിച്ചത്തിലാണ് 77-കാരനായ ബാലന്റെ താമസം. രാത്രിയായാൽ വീട്ടുപരിസരത്തെത്തുന്ന കാട്ടാനകളാണ് തന്റെ ഏക അയൽവാസികളെന്ന് ബാലൻ പറയുന്നു. 7 വർഷമായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒറ്റപ്പെട്ട് ഉള്ളൊരു ജീവിതമാണ്. ഞാൻ അറിയുന്ന ഒരാളാണ്, അവരുടെ വീടാണ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവരൊക്കെ അവിടുന്ന് അങ്ങോട്ട് വേറെ സ്ഥലത്തേക്ക് ഒഴിഞ്ഞു കൊടുത്തു പോയതാണ്. അപ്പോൾ അതിൽ കയറി കൂടി ഇവിടെ ജീവിക്കുകയാണ് ഞാൻ. ചുറ്റുവട്ടം വനമാണ്. ആന ദിവസം വരും, ഇറങ്ങുന്ന സ്ഥലമാണ്. നിലവിൽ ബാലനെ സുരക്ഷിതമായി വടപുറത്തെ ഗാന്ധിഭവൻ വൃദ്ധസദനത്തിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലുള്ള അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ അറിയിച്ച പ്രകാരമാണ് ജയലക്ഷ്മിയും ഉമ്മുകുൽസുവും തങ്ങളുടെ ഭൂമി വിട്ടു നൽകിയത്. ഇരുവരും തകർന്നു വീഴാറായ വീടുകളിൽ പ്രാണഭീതിയോടെയാണ് കഴിയുന്നത്. വിഷയത്തിൽ DFOയെ സമീപിച്ചപ്പോഴെല്ലാം ഫണ്ടില്ലെന്നും ഉടൻ ശരിയാക്കി തരുമെന്നുമുള്ള മറുപടി ആവർത്തിക്കുകയാണെന്ന് ജയലക്ഷ്മിയും ഉമ്മുകുൽസുവും പറഞ്ഞു. 6 വീട്ടുകാരിൽ ഈ 2 വീട്ടുകാരല്ലാത്തവരൊക്കെ വാടകയ്ക്ക് പോയി. ഇനി ഞങ്ങൾ 2 ആളുണ്ട്. ഞങ്ങൾക്ക് അന്ത്യായ തുണല്ലത് ആനയാണ്. വേറെ ആരും ഞങ്ങൾക്ക് തുണക്കാല. ഒരു സാധനം കിട്ടണമെങ്കിൽ 1 കിലോമീറ്റർ കാട്ടുകൂടെ ഫോറസ്റ്റ് കൂടെ നടന്നിട്ടാണ് ഞങ്ങൾക്ക് റോഡിലെത്താൻ, അങ്ങാടിയിലെത്താൻ. വനം വകുപ്പ് ഫണ്ടില്ല അതന്നെ. ഫണ്ടൊക്കെ ഒരു വേറെ വക മാറ്റി ചിലവാക്കി പിന്നെ എങ്ങനെ നമുക്ക് തരാൻ ഫണ്ടുണ്ടാണ്? അതല്ല ഇപ്പോൾ പരിപാടി നടന്നത്. ഞങ്ങൾ ഞങ്ങട്ടെ പോകണ്ട. ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇന്നലെയും കൂടെ വന്നിട്ടുണ്ട് ആന വന്ന കാരണം കൊണ്ട് പേടിച്ചിട്ട് ഊണുമില്ല ഉറക്കമില്ലാത്ത മാതിരിയാണ് ഞങ്ങളെ ജീവിതം. ഇവിടെ നിന്ന് ഒന്ന് ദയവ് ചെയ്തിട്ട് ഞങ്ങളെ ഒന്ന് ഇവിടെ നിന്ന് കഴിച്ചിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ ദൈവ പുണ്യം കിട്ടിയിരുന്നു. ഫോറസ്റ്റുകാർ എന്താ പറയുന്നത്, ഇന്ന് തരാം നാളെ തരാം, ഫണ്ടില്ല അതില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ജീവിച്ചു പോകണ്ടേ. ഈ ഒരു പെൻഷൻ കൊണ്ട് ജീവിതവും കഴിയില്ല, ആരും സഹായിക്കാനും ഇല്ല. മക്കളും പോലീസും ചേർന്നുള്ള നടപടികൾ പൂർത്തിയായാൽ ഉടൻ ബാലനെ മാറ്റും. എന്നാൽ ജയലക്ഷ്മിയുടെയും ഉമ്മുകുൽസുവിന്റെയും കാര്യത്തിൽ ഇന്നും അനിശ്ചിതത്വം തുടരുകയാണ്. വർദ്ധിച്ചു വരുന്ന വന്യജീവി ശല്യവും വരാനിരിക്കുന്ന മഴക്കാലത്തിന്റെ ദുരിതവും കണക്കിലെടുത്ത് അടിയന്തര പരിഹാരം ഉണ്ടാവണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.